ഹലോ എവ്രി വൺ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗാണ്, എ ഡേ ഇൻ കണ്ണൂർ. സോ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് കണ്ണൂർ പോയിട്ടുണ്ട്, അപ്പോൾ എന്തൊക്കെയാണ് കണ്ണൂർ ഞാൻ ചെയ്തിട്ടുള്ളത്, എവിടേക്കാണ് പോയിട്ടുള്ളത്, എന്തൊക്കെ ഫുഡാണ് കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ്. ഞാൻ ആദ്യം പോയത് ഡയറക്റ്റ് സുഡിയോയിലോട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് സുഡിയോയിൽ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്, ഭയങ്കര അഫോർഡബിൾ റേറ്റ്സിന് ഒരുപാട് അടിപൊളി വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് കിട്ടും എന്നുള്ളത്. സോ ഞാൻ അവിടെ പോയി. അവിടെ റേറ്റും വളരെ നല്ല വിലക്കുറവ് തന്നെയാണ്. അവിടെ മാക്സിമം റേറ്റ് തന്നെ 899 എന്തോ മറ്റോ ആണ്. സോ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. അനിയന്മാരുണ്ടായിരുന്നു എൻ്റെ കൂടെ, അവർക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു. നല്ല അഫോർഡബിൾ റേറ്റ്സ് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സ് വാങ്ങിക്കാമല്ലോ. സോ അതൊക്കെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഡയറക്റ്റ് പോയത് ആനന്ദഭവനിലോട്ടാണ് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കണ്ണൂർ പോയി കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഉച്ചക്കത്തെ ഫുഡ് മലയാറ്റൂർന്നോ ഓർ ആനന്ദഭവന്, പിന്നെ കോക്ടെയിൽ ജ്യൂസ്. സോ ഇത് രണ്ടും എനിക്ക് കുറച്ച് കല്ലുമ്മക്കായ എടുക്കുക, ചോറിലിടുക, ചോറും കൂട്ടി ഇങ്ങനെ കുഴക്കുക, കുറച്ച് അച്ചാറൊഴിക്കുക, തോരനിടുക, കുഴച്ച് നന്നായിട്ട് കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ് ആനന്ദഭവനിലെ ചോറ്. അങ്ങനെ അടിപൊളിയായി ചോറൊക്കെ കഴിച്ചു. ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ആശ്വാസമുണ്ട്. പിന്നെ അവിടുത്തെ കഞ്ഞിവെള്ളത്തെക്കുറിച്ച് പറയണ്ടല്ലോ, അവിടെ പോയി ചോറ് കഴിച്ചവർക്കറിയാം, അടിപൊളിയാണ്. ചോറിൻ്റെ കൂടെ അവർ നമുക്ക് കഞ്ഞിവെള്ളം തരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് സെഞ്ചുറിയിലോട്ടാണ്. ഉമ്മാക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കട്ട് പീസസൊക്കെ വാങ്ങിക്കണമായിരുന്നു. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കട്ട് പീസിൻ്റെത്, വെറൈറ്റീസ് ഓഫ് കളക്ഷൻ ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അവിടെ ഒരു ഉമ്മ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതുണ്ട്. പാൻറ്റും പിന്നെ ഷോളിൻ്റെയും ക്ലോത്ത് എടുക്കും. അതിങ്ങനെ നമ്മൾക്ക് റെഡിമെയ്ഡായിട്ട് തന്നെ വരുന്നതാണ്, പാൻറ്റും ഷോളും. പിന്നെ അതിന് മാച്ച് ചെയ്ത് എന്തെങ്കിലും കട്ട് പീസായിട്ട് എടുത്തിട്ട് നമ്മുടെ ടോപ്പ് അടിക്കും. സോ ഒരു ചുരിദാറായി വീട്ടിൽ നിന്നൊക്കെ ഇടാൻ വളരെ നല്ല കോട്ടൻ്റെത്, നല്ല അടിപൊളിയാണത്. പിന്നെ അത് കഴിഞ്ഞു നേരെ ഈവനിങ് ആയി, നമ്മൾ നേരെ ചായയിലോട്ട് കടന്നു. ഇറച്ചിപ്പത്തിലും പിന്നെ പഴംപൊരിയും ബോണ്ടയൊക്കെ ആയിട്ട് അടിപൊളി ഈവനിങ് ചായ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കണ്ണൂരിൽ നിന്ന് മാഹിയിലോട്ടാണ്. നമ്മുടെ കൂടെ ആക്ച്വലി ഉപ്പയില്ല, ഉപ്പ ഉള്ളത് മാഹിയിലാണ്. ഉപ്പാക്ക് അവിടെയാണ് ജോലി ഇപ്പം. അപ്പം മാഹിയിൽ പോയി ഉപ്പാൻ്റെ അടുത്തോട്ട്. അങ്ങനെ അവിടെ മാഹി ബീച്ചിൻ്റെ അടുത്തും പാർക്കിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ഉപ്പാൻ്റെ പണിയുള്ളത്. സോ അങ്ങോട്ടേക്കാണ് പോയത്. പിന്നെ അവിടുത്തെ ബീച്ചിലെ കാര്യങ്ങളൊക്കെ കണ്ടു, ഉപ്പൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചു. പിന്നെ വീണ്ടും ചായ കുടിച്ചു ഉപ്പാൻ്റെ കൂടെ. അങ്ങനെ എന്തൊക്കെയോ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ ചെയ്തു അവിടെ നിന്നു. പിന്നെ കുറേ നടന്നു. നല്ല അടിപൊളി ബീച്ച് ഏരിയ ആണല്ലോ മാഹി അവിടെ. അപ്പോൾ കുറേ ടൈം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഒരു ഈവനിങ് 4:30 5 o'clock ഒക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഒരു 7:30 വരെയൊക്കെ ഉപ്പ ഇങ്ങനെ ബീച്ചൊക്കെ കാണിച്ചു തരാണ്, മാഹി ബീച്ചൊക്കെ. ഉപ്പൊക്കെ എല്ലാ സ്ഥലത്തും ഞങ്ങളൊക്കെ കൂട്ടി പോകാനും പിന്നെ കുറേ ഫുഡൊക്കെ വാങ്ങിച്ചു തരാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ കുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പാൻ്റെ കൂടെയുള്ള ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മാടെ അനിയൻ്റെ മോനാണ് ഹൈദി. അപ്പോൾ ഉപ്പാക്ക് ആരെങ്കിലും ഒരു ചെറിയ കുട്ടിയും വേണം കൂടെ തന്നെ, ഉപ്പാക്കും ഉമ്മാക്കും. അപ്പോൾ ഞങ്ങൾ കസിൻസിനൊക്കെ ആയിട്ട് കൂട്ടി പോകാറുണ്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി, വെള്ളത്തിലൊക്കെ കടലിലൊക്കെ ഇറങ്ങി കളിച്ചു. അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ഈ ഡേ കഴിഞ്ഞു. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി കുറച്ചുകൂടി ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു തലശ്ശേരിയിലൊക്കെ ആയിട്ട്.